കാണുമ്പോൾ കഴിക്കാൻ തോന്നാം അവിടെ. അപ്പോൾ ചേട്ടായിമാരെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഓടന്നൂരിൽ നിന്ന് കിട്ടിയ നല്ല വെള്ളമുളകാണ്. പണ്ടത്തെ കാലത്ത് അച്ഛന്മാരെ വെള്ളച്ചോറും നല്ല കാന്താരി മുളക്, അരിമുളക് എന്ന് പറഞ്ഞിട്ട് അടിക്കണ സെറ്റപ്പാണ്. അപ്പോൾ നോക്കുമ്പോൾ നല്ല മണം, നല്ല സെറ്റ്, നല്ല മണമുണ്ട്. നല്ല കാണുമ്പോൾ തന്നെ പച്ചക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്, അത്രയും സൂപ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ കുറച്ചുണ്ട്, ഒന്നുണ്ട് അവിടെ, വേറെ കുറച്ചുണ്ട്. നമ്മൾ കുറച്ചെന്തായാലും ഇതൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ ഉണക്കി വെക്കാന്നുള്ള പരിപാടി തൈരിലിടാൻ പോകുന്നു. തൈരിലിട്ട് ഉണക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊളിക്കും. ചോറ് കൊണ്ടാ പറയുന്ന ലെവൽ ഏത് കഴിക്കണമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഇതൊന്ന് കഴുകിയെടുക്കാൻ പോകുന്നു കേട്ടോ. കഴിച്ചാ അവിടെ നിന്ന് തൊട്ട് ഒന്ന് കഴുകിയിട്ട് എന്താ സാധനം കിട്ടും, സാധനം ഒന്ന് മോനെ. ₹100, ₹90 തരാം. ₹10 ഡിസ്കൗണ്ട്. 40 നമുക്ക് 40 ഉള്ളൂ. നല്ല അടിപൊളിയല്ലേ. സാധാ മുളകിന് കൊടുക്കണം ₹100. മറ്റേ വെള്ളമൊക്കെ മേടിച്ച് സെറ്റായിട്ട്. പിന്നെന്ത് നല്ല മണം, നല്ല ഗുണം എന്നൊക്കെ പറയുന്ന സാധനമാണ്. വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഈ സാധനം ഇങ്ങനെ എടുത്ത് വയ്ക്കുക. ഇതിൽ ഈ കത്തി കൊണ്ട് ഇങ്ങനെ ഓരോ ഓട്ടയിട്ട് കൊടുക്കണം. ഓട്ട ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തൈരും ഉപ്പും കൂടി ഇതിനെ അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം അതിൻ്റെ ഉള്ളിൽ കയറി അങ്ങോട്ട് പിടിക്കും. പിടിച്ച് കഴിഞ്ഞ് സെറ്റായി കഴിഞ്ഞാൽ വെയിലത്തിടുക, വീണ്ടും തൈരിടുക, വെയിലത്തിടുക, വീണ്ടും തൈരിടുക, അല്ലേ? അതാണ്. അപ്പോൾ അങ്ങനെ ഇട്ടും കൊണ്ട് അങ്ങോട്ട് എടുത്ത് 2-3 ദിവസം കഴിഞ്ഞാൽ സാധനം ഉണങ്ങി നല്ല പരുവായി കിട്ടും. എന്നിട്ട് വറുത്ത പൊന്നു മോനെ, ചോറിനുമ്പോൾ ഏത് വഴിക്ക് പോകുമെന്ന് അറിയില്ല. അപ്പോൾ ഇനി നമുക്ക് ആ പണി നോക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേഗം കുത്തണം. അപ്പോൾ ഒഴിവുള്ള സമയം നോക്കിയിട്ട് കുറേശ്ശെ കുത്തി വയ്ക്കാൻ പോവുകയാണ്. പണിയുണ്ട്, പെട്ടെന്നാവില്ല. ഓട്ടയാക്കി സെറ്റാക്കുമ്പോഴേക്ക് വരെ നമ്മുടെ മുളക് ഇന്നലെ കുത്തി ഫുള്ള് സെറ്റാക്കി. ലാസ്റ്റ് എത്ര ബാക്കിണ്ടായിരുന്നു, അതിപ്പോൾ അമ്മച്ച കുത്തിയത്. കുത്തി സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കൂടെ 2 പാക്കറ്റ് തൈര്, മിൽമ തൈര്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ തൈര് പൊട്ടിച്ചു, തൈര് ഇത് ഒഴിക്കും. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തൈര് 2 പാക്കറ്റ്. ഇത് ഉപ്പ്, കല്ലുപ്പ്. പോരാ മേഡം, ഒരുപാട് പുളിപ്പ് കൂടിയായി ശരിയാവില്ല, പിന്നെ കഴിക്കാൻ പറ്റാണ്ടായി. ഇതെന്താ സംഭവം ചോദിച്ചാൽ നല്ല വിനാഗിരിയാണ്, നമ്മളെ ഒറിജിനലാണ്. അത് സാധനം കഴിഞ്ഞ് ഇച്ചിരി ഉള്ളൂ, പക്ഷെ നല്ല നല്ല കാട്ടാണ്. ഞാൻ നമ്മളെ അച്ചാറിനെ കൊണ്ടുവന്നു, അപ്പോൾ അത് കുറച്ച് ഒഴിക്കുകയാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞു, അത് മതി. അപ്പോൾ നമ്മളിത് വാരിയിട്ടേ കഴുകി വൃത്തിയാക്കി വാരി ഇതിലിടാൻ പോകണം കേട്ടോ. ഇത് ഇട്ട് വെച്ചതിന് ശേഷം പിടിക്കേണ്ടത്. വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷൻ ഒക്കെ പോകും. എരിവും ഉണ്ടാവില്ല എന്ന്, അതന്നെ അതിൻ്റെ അർത്ഥം. ഇളക്കി കൊടുക്കണം. ഇത് നമ്മളിങ്ങനെ ഇട്ടിട്ട് പിടിപ്പിക്കും. എന്നിട്ട് ഇപ്പോൾ മണവും ഗുണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവിടെ നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്തിട്ട് ഉണ്ടോ, ആഹാ നല്ല മണമുണ്ട്. കഴിക്കാൻ തന്നെ തോന്നുന്നുണ്ട്. ഇത് തണുപ്പ് നമ്മുടെ കാട് കാണുമ്പോൾ കഴിക്കാൻ തോന്നാം. അവിടെ ഫ്രണ്ട് വേണോ, എരിവുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തൈരിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ഇടില്ല കേട്ടോ, ഇതൊന്നും വെയിലത്തിരില്ല. ഇതിങ്ങനെ വെച്ചിട്ട് ഇനി വേണ്ടി വന്നാൽ ചിലപ്പോൾ കുറച്ചും കൂടി തൈര് ഒഴിക്കേണ്ടി വരും തോന്നുന്നു. കൂടെ ഇത്രയും കൂടി തൈര് 1 പാക്കറ്റും കൂടി ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇതിന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്ത് ക്ലിയർ ആയതിനു ശേഷം മാത്രമേ നമ്മൾ വെയിലത്തിടുള്ളൂ. അപ്പോൾ ഇന്നിങ്ങനെ വെക്കാൻ പോകണം. വാ
ഇനി തൈര് ഉണ്ടാക്കുന്നുണ്ട്. ഒരു പാക്കറ്റ് തൈരും കൂടി ഒഴിച്ച് നമ്മൾ സെറ്റാക്കും. അപ്പോൾ ഇരിക്കട്ടെ. ഓക്കെ.